രാമ 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 രാമ. ജയ് ശ്രീരാം. എല്ലാവരും കണ്ണടച്ച് തൻ്റെ ഹൃദയ കമലത്തിൽ, ഹൃദയ ഗുഹാക്ഷേത്രത്തിൽ ശ്രീരാമചന്ദ്രപ്രഭുവിനെ ധ്യാനിക്കുക. തന്ത്രസമുച്ചയത്തിലെ വേദങ്ങളിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്ന അത്യപൂർവമായ ഒരു മന്ത്രമാണ് ഓം. കാളാംബോധനിഭം ശരാസനമിളത് പ്രോദ്യത്കരാംബോരുഹം സീതാലക്ഷ്മണസേവിതം കവിഗണേ രക്ഷോഗണശ്ചാവൃതം ദേവബ്രഹ്മഭവാദിഭിർബഹുവിധൈ സ്തോത്രശ്ച സംസേവിതം രാമം രാക്ഷസ ധൂമകേതുമനിശം വന്ദേ ദശസ്യന്തകം. ശ്രീ ഗുരുഭ്യോ നമഃ. ജയ് ശ്രീരാം. ഏവം പരമ്പരാ പ്രാപ്തം, പരമ്പരാഗതമായി ആചരിച്ചു പോകുന്ന ആചാര അനുഷ്ഠാനങ്ങൾ, ഹിന്ദു ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. നിങ്ങൾ ഓരോ വ്യക്തികളും സുഹൃതികളിൽ സുഹൃതികളാണ്. കാരണം തന്ത്രസമുച്ചയത്തിലെ ശ്രീരാമ പ്രതിഷ്ഠയ്ക്കും ശ്രീരാമ ക്ഷേത്രങ്ങളിലെ പൂജകൾക്കും ഉപയോഗിക്കുന്ന ആവാഹന മന്ത്രമാണിത്. ഇത് ബുദ്ധിയിലൂടെ കടത്തിവിട്ടാൽ മാത്രം മതി. ആ ധ്യാനമന്ത്രം ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ആയിരിക്കും ബ്രെയിനകത്ത് ഉണ്ടാവുക. അത് ബുദ്ധിശക്തി വർദ്ധിക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഫ്യൂച്ചറിൽ അൽസിമേഷ്യ ഇല്ലാതിരിക്കാൻ വരെ ഇതിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അൾട്രാ മോഡേൺ സയൻസ് വരെ പറയുന്നത്. അപ്പോൾ ഋഷി ഇവിടെ ഈ മന്ത്രത്തിലൂടെ എന്താണ് നമ്മെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ബോധത്തിൽ ശ്രീരാമ തത്വം നൽകുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. ഏതായാലും ഋഷിയുടെ ഹൃദയത്തിൽ വിരിഞ്ഞ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഈ ശ്രീരാമ തത്വം. നമുക്കറിയാം, 500 വർഷത്തിനുള്ളിൽ ജീവിക്കുന്ന ഏറ്റവും സുഹൃത്തുക്കളിൽ സുഹൃതികളാണ് നമ്മൾ ഓരോ വ്യക്തികളും. നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ മന്ത്രം കേൾക്കുകയായിരിക്കും. അതിനും പ്രാധാന്യമുണ്ട്. കാരണം സരയൂ നദിയുടെ തീരത്ത് 500 വർഷം മുന്നേ ബാബർ എന്ന തുർക്കി തകർത്ത ക്ഷേത്രത്തിന് രാജോചിതമായ ഒരു ക്ഷേത്രം പണിത് പ്രാണപ്രതിഷ്ഠ നടന്ന ഒരു കാലഘട്ടമാണ്. സന്തോഷത്തിൻ്റെ, ആത്മനിർവൃതിയുടെ പൂത്തിരി മഹോത്സവമായി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ തന്ത്രസമുച്ചയത്തിലെ ഈ ശ്രീരാമ ധ്യാന മന്ത്രത്തിനെക്കുറിച്ച് അല്പം നമുക്ക് ചിന്തിക്കാം. കാളാംബോധനിഭം ശരാസനമിള. എന്താണ് കാളാംബോധനിഭം? മറ്റൊന്നുമല്ല, കാളമേഘ ശ്യാമവർണ്ണനാണ് ശ്രീരാമൻ. അത് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ അയോധ്യയിലെ രാമവിഗ്രഹം മനസ്സിനെ ഓർത്തു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ഈ നിറം ഇങ്ങനെ ആകാൻ. മറ്റൊന്നുമല്ല, പരമ നീലാകാശത്തിൻ്റെ ആ കാളമേഘവും നിറഞ്ഞിരിക്കുന്ന ആ ആകാശം, ഇതിൻ്റെ പ്രതീകം വേദമാണ്. വേദങ്ങൾ പറയുന്നു, പരമേ വ്യോമൻ പ്രതിഷ്ഠിത
വ്യോമാകാശത്തില് ആകാശ നീലിമയായി അനന്തമാണ് ഈ പ്രപഞ്ചശക്തിയായ ഈ ശ്രീരാമചന്ദ്ര പ്രഭു എന്നുള്ളതാണ് കാളമേഘശ്യാമവർണ്ണൻ. അതാണ് കാളാംബോധനിപം ശരാസനമിളത് പ്രോദ്യത്കരാംഭോരുഹം. ഇടത് കൈയിൽ വില്ലും വലത് കൈയിൽ അമ്പും. ശരാസനമിളത് പ്രോദ്യത് കരാംഭോരുഹം. അമ്പ് വില്ല് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ശത്രു സംഹാരത്തിനാണ് ഇത് പ്രധാനമായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ശത്രു സംഹാരം ബാഹ്യ ആഭ്യന്തര ശത്രു, അകത്തുള്ള ശത്രുവിനെയും നമ്മുടെ മനസ്സിലെ ചിന്തകളാകുന്ന ശത്രുവിനെയും പുറത്തുള്ള ശത്രുക്കളെയും ഒരുപോലെ തകർക്കാനാണ് ശ്രീരാമചന്ദ്ര പ്രഭു ഈ കയ്യിൽ അമ്പും വില്ലും പിടിച്ചു വെച്ചിരുന്നത്. അതുവഴി ശ്രദ്ധിക്കണം, അതിൻ്റെ ലക്ഷ്യം രാമായണം ഒറ്റവാക്കിൽ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരുള്ളൂ. അപ്പോൾ കർമ്മവും കർമ്മഫലവും കർമ്മപ്രതിഫലവും അവനവൻ ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കണം എന്നുള്ളതാണ് രാമായണത്തിൻ്റെ സന്ദേശമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ അമ്പും വില്ലും എടുത്ത ഈ ശ്രീരാമചന്ദ്ര പ്രഭു ശത്രു സംഹാരത്തിലൂടെ ഇഷ്ടജന പരിപാലനമാണ് ഉദ്ദേശിക്കുന്നത്. അത് രാജാവായ രാമൻ, ദശരഥപുത്രനായ അവതാരമൂർത്തിയായ പൂർണ്ണ മനുഷ്യാവതാരമായ ശ്രീരാമനെയാണ് ഇവിടെ നാം ഈ തന്ത്രസമുച്ചയത്തിൽ ദർശിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ഭരണാധികാരി, അങ്ങ് ഭരണാധികാരിയാകുമ്പോഴോ രാഷ്ട്രമാണ്, രാഷ്ട്രം ധാരയിതേ ധ്രുവം, രാഷ്ട്രത്തിനെ അതിശക്തമായി സംരക്ഷിക്കുന്ന ഒരു തത്വമാണ് ഇവിടെ ശ്രീരാമചന്ദ്രപ്രഭുവിനുള്ളത്. ഓം രാഷ്ട്രായ സ്വാഹ ഇതം നോ മമ, ഇതെൻ്റേതല്ല, ഇത് രാഷ്ട്രത്തിന് വേണ്ടിയാണ്. ഇതാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതി. അപ്പോൾ പ്രോദ്യത്കരാംബോരുഹം സീതാ ലക്ഷ്മണസേവിതം കപിഗണൈ രക്ഷോഗണൈശ്ചാവൃതം. സീത ലക്ഷ്മണ സേവിതന്മാരായിട്ടാണ്. അപ്പോൾ നാം ശ്രീരാമനെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ ഒപ്പം തന്നെ സീതയെയും സീതാസമേതനായ സീതാപതിയായ ലക്ഷ്മണനെയാണ്. എന്താണ് ഭാരതീയ സംസ്കൃതി ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ വിഷനും മിഷനുമാണ് കുടുംബം എന്ന സങ്കല്പം. അതിൽ വാഗർത്ത പിവസംവൃത്തോ വാഗർത്ത പ്രതിപത്യയെ ജഗത പിതരഃ വന്ദേ പാർവതി പരമേശ്വര. പാർവതി പരമേശ്വരനും ഉള്ളതുപോലെ സീത രാമ സങ്കല്പം മീൻസ് ഉത്തമ ദാമ്പത്യ സങ്കല്പമാണ് ഇവിടെ ഋഷീശ്വരന്മാർ നമ്മളോട് പറയുന്നത്. ശ്രീരാമനെയും സീതയെയും പോലെ ഭാര്യാഭർത്തൃബന്ധം സുദൃഢമാക്കി കൊണ്ടുപോകണം എന്നുള്ളതാണ്. ആധുനിക സമൂഹത്തിൽ ഡൈവേഴ്സ് ഒരു ഫാഷനാക്കി കൊണ്ട് നടക്കുന്ന വ്യക്തികൾക്ക് ഈ മന്ത്രം ഒരു നല്ല ബോണ്ടായി ഉപയോഗിക്കാം. അപ്പോൾ സീതാ ലക്ഷ്മണ സേവിതം കപിഗണൈ, കുരങ്ങന്മാര് എന്താണ്? ഡാർവിൻ്റെ എവല്യൂഷണറി തിയറിയിൽ കുരങ്ങന്മാരിൽ നിന്നുമാണ് സംസ്കൃതിയായി മനുഷ്യനായി വന്നത്. അപ്പോൾ ഗറില്ല ടൈപ്പ് നമുക്കറിയാം, ആക്രമണം, ഏത് അധർമ്മത്തിനെതിരെയുള്ള ആക്രമണം ധർമ്മമാങ്കിൽ രാമോ വിഗ്രഹവാൻ ധർമ്മ നമ്മൾ പഠിച്ചു. അപ്പോൾ ആ ഹനുമാൻ എന്ന കുരങ്ങൻ പോലും ഈ ശ്രീരാമനോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഹനുമാൻ ദേവനായി നാം പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഒപ്പം രാക്ഷസന്മാരെയും സീതാ ലക്ഷ്മണ സേവിതം കപിഗണേ രക്ഷോഗണൈശ്ചാവൃതം, കുരങ്ങന്മാരെ പോലും. അപ്പോൾ ദേവബ്രഹ്മഭവാദിഭിർ എന്താണ്? ബ്രഹ്മാവ്, പരമേശ്വരൻ, എല്ലാ ദേവീദേവന്മാരാലും പലതരം സ്തുതികളാൽ സ്തുതിക്കപ്പെടുന്ന
ശ്രീരാമ ചന്ദ്രപ്രഭുവിനെയാണ് നാം പൂജിക്കുകയും ക്ഷേത്ര സംസ്കൃതിയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്ത് ആരാധിക്കേണ്ടത് എന്നുള്ളതാണ്. അതുവഴി നമ്മുടെ സംസ്കാരം, നമ്മുടെ ജീവിതത്തിൻ്റെ വ്യക്തിത്വം വികസിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ശ്രീരാമ തത്വം എന്താണെന്ന് അറിയണം, പഠിക്കണം, വരും തലമുറയെ അറിയിക്കണം. ഈ സംസ്കാരം കുട്ടികൾക്കിലോട്ട് കൈമാറ്റം ചെയ്യണം. അതിന് സോഷ്യൽ മീഡിയകളോ ഏതൊക്കെ മീഡിയകളുണ്ടോ അതൊക്കെ പ്രയോജനപ്പെടുത്തണം. അപ്പോൾ ഈ രാമായണ പാരായണ സംസ്കാരം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ മറുപടി പറഞ്ഞു കൊടുക്കണം. സീതാ ലക്ഷ്മണ സേവിതം കവിഗണൈ രക്ഷോഗണൈശ്ചാവൃതം ദേവബ്രഹ്മ വിഭാതി ബഹുവിധൈ സ്തോത്രൈശ്ച സംസേവിതം. ബഹുവിധം, എല്ലാവരാലും സ്തോത്രം ചെയ്യുകയാണ്, രാമായണ പാരായണം ചെയ്യുകയാണ്. അതുകൊണ്ട് എല്ലാ അമ്മമാരും രാമായണം പാരായണം ചെയ്യണം, എല്ലാവരിലും ഇത് എത്തിക്കണം. ഇങ്ങനെയുള്ള രാമം രാക്ഷസധൂമഹേതു മനുഷ്യം ഉത്തമമായ പുരുഷോത്തമനായ ശ്രീരാമനെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഉത്തമ മനുഷ്യനെ സൃഷ്ടിക്കുന്നവനാണ് ശ്രീരാമൻ. അപ്പോൾ പശുഭിശ്ച നരാസമ, മനുഷ്യരൂപേണ മൃഗം ചരന്തി, അതാണ് ആധുനിക മനുഷ്യൻ. അപ്പോൾ മൃഗീയമായ സംസ്കൃതിയിലുള്ള മനുഷ്യനെ പൂർണ്ണമായ മനുഷ്യത്വത്തിലോട്ട് ഉയർത്തുകയാണ് ഇവിടെ ശ്രീരാമ ചന്ദ്രപ്രഭുവിൻ്റെ പൂജയിലൂടെ, പ്രതിഷ്ഠയിലൂടെ, ശ്രീരാമ വിഗ്രഹത്തിലൂടെ, ശ്രീരാമ ആവാഹനയിലൂടെ, രാമായണ സംസ്കാരത്തിലൂടെ. അപ്പോൾ നമുക്കറിയാം, ഈ മനുഷ്യമൃഗത്തെ മനുഷ്യനാക്കി ഉയർത്തുന്ന അവതാരമാണ് ശ്രീരാമൻ. അപ്പോൾ ശ്രീരാമ ഉപാസനയിൽ നാം ഓരോ വ്യക്തിയും മനുഷ്യനായി ഉയരണം. കൃഷ്ണ യജുർവേദത്തിൽ അമൃതബിന്ദു ഉപനിഷത്ത് പറയുന്നു, വേദങ്ങൾ പറയുന്നു, മനനേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷജ ബന്ധയോ വിഷയായ സക്ത മുക്തയെ നിർവൃതയേ സ്മൃതേ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മൃഗീയത മുഴുവൻ അകറ്റുക. എന്താണ്? ആഹാര വിഹാര നിദ്ര മൈഥുനം. ഇതാണ് ജീവികളുടെ ലക്ഷണം. ആഹാര വിഹാര നിദ്ര മൈഥുനം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. ഇതാണ് മൃഗീയത, സാധാരണ എല്ലാ ജീവികളുടെ ലക്ഷണം. ശ്രേഷ്ഠജ്ഞാനമധികം നരാണാം, ശ്രേഷ്ഠമായ ജ്ഞാനം. ഈ ജ്ഞാനത്തിലേക്ക്, ഈ രാമായണ തത്വത്തിലേക്ക് ഈ ശ്രീരാമൻ നമ്മുടെയൊക്കെ കൈപിടിച്ചുയർത്തുകയാണ്. ഇതാണ് ഈ ശ്രീരാമ വിഗ്രഹ തത്വം. അപ്പോൾ രാക്ഷസീയ ആസുരീക ചിന്തകൾ എന്താണ്? ഇതിൽ നിന്നുമാണ് മനുഷ്യത്വത്തിലോട്ട് നമ്മളെ കൈപിടിച്ച് ശ്രീരാമൻ ഉയർത്തുന്നത്. വെറുപ്പ്, വൈരാഗ്യം, പകയും വാശിയും കുശുമ്പും ദുഷ്ടതയും ചതിയും വഞ്ചനയും മദ്യവും മാംസവും മയക്കുമരുന്നും സ്ത്രീപീഡനവും ആക്രമണ പരമ്പരയും നശീകരണ ആശയങ്ങളും വളർത്തുന്ന, നശീകരണ ആസുരീക ആശയങ്ങളും പ്രചരിപ്പിക്കുന്ന ഈ സംസ്കൃതിയിൽ നിന്നും മാനവരാശിയുടെ അന്ധകന്മാരാകുന്ന ആസുരീക വിത്തുകളാണ് സംസ്കാരത്തെ തകർക്കുന്നത്. ഇവരാണ് രാഷ്ട്രവിധ്വംസക പ്രവർത്തകരെ, ഇവരാണ് ടെററിസ്റ്റുകൾ. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് കുറേ ആൾക്കാരെ പിടിച്ചുകൊണ്ട് തീഹാർ ജയിലുള്ള SDPIക്കാരുള്ളത് ഇവരെയാണ്. ഈ ആസുരീക ചിന്തകളിൽ നിന്നുമാണ്. അപ്പോൾ ഇതുപോലുള്ള 10 ആസുരീക ദുസ്വഭാവങ്ങൾ, അതുകൊണ്ടാണ് ദശാസ്യന്തകൻ എന്ന് ശ്രീരാമനെ പറയുന്നത്. ദശാസ്യന്തകൻ, 10 തലയുള്ളവൻ, ഈ നെഗറ്റീവ് തോട്ടുള്ളവൻ, നെഗറ്റീവ് ബ്രെയിൻ ഉള്ളവൻ, ഡിസ്ട്രോയിഡ് ആറ്റിറ്റ്യൂഡ് ഉള്ളവൻ,
ഇതാണ് ഇവിടെ 10 തലയുള്ള രാവണന്മാരുടെ അന്തകനാണ് ഈ ദേവബ്രഹ്മ ഭവാധിപർ ബഹുവിധ സ്തോത്രശ്ച സംസേവിതം രാമം രാക്ഷസ ധൂമകേതു മനുഷ്യം. ഇതുപോലുള്ള ധൂമകേതുവിനെ നശിപ്പിക്കുന്ന വന്ദേ ദശാസ്യന്തകം ധൂമകേതു മനുഷ്യം. എല്ലാ നെഗറ്റീവ് വാസനകളും, എല്ലാ തമോ ഗുണങ്ങളും, എല്ലാ അലസത മുതലായ ഇവിടെയാണ് പുക. ഈ പുക, ഈ നെഗറ്റീവ് തോട്ട്, ഈ അലസത, ഈ നെഗറ്റീവ് എനർജി പുകയിൽ നിന്നും കാട്ടുതീയായി മാറാതിരിക്കണം. രാമായണത്തിൽ നമുക്കറിയാം, രാമഗീതയുണ്ട്. വസിഷ്ഠ ഋഷി പറയുന്നുണ്ട്, വാസിഷ്ഠ സുധ എന്ന്. ഈ വാസിഷ്ഠ സുധയിൽ പറയുന്നു, അന്തശീതളയോം തപ്തോദം ശീതളം ജഗത്ത് അന്തതൃഷ്ണോപതപ്തായം ദാവദാഹമയം ജഗത്ത്. ഈ ശ്രീരാമ പൂജയിലൂടെ, ഈ ശ്രീരാമ തത്വത്തിലൂടെ, ഈ ശ്രീരാമ വിഗ്രഹത്തിലൂടെ നാം ഗ്രഹിക്കേണ്ടത്, ഈ ശ്രീരാമനെ ഹൃദയ ഗുഹാക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ഹൃദയം അന്തർശീതളയും, മനസ്സിന് കുളിർമയേകും, മനസ്സിന് തണുപ്പേകും. അപ്പോൾ ഈ പ്രപഞ്ചം കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും മുഴുവൻ തണുപ്പാകും. അല്ലാതിരുന്നു കഴിഞ്ഞാൽ തൃഷ്ണോപ വിഷയഭോഗ സുഖങ്ങളുടെ പിറകെ പോകുന്നതാകുന്നതാണെങ്കിൽ കാട്ടുതീ പോലെ കത്തിയെരിയും ജീവിതം. ഇതിലേത് വേണമെന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്തോളുക. അപ്പോൾ കാട്ടുതീ പോലെ കത്തി ചാമ്പലാകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ജീവിതം ഇതുപോലെ മുന്നോട്ട് നീങ്ങുക. അല്ല എങ്കിൽ അടിമുടി ഒരു പരിവർത്തനം. അതിന് ഈ ശ്രീരാമ ഉപാസനയിലൂടെ, ഈ ശ്രീരാമ വിഗ്രഹ പ്രതിഷ്ഠ അവനവൻ്റെ ഹൃദയത്തിൽ നടത്തുന്നതോടുകൂടി നമുക്ക് സാധിക്കും. വന്ദേ ദശാസ്യന്തകം. നമ്മുടെ ജീവിതത്തെ ദുരിതത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും എല്ലാ ബാഹ്യ ആഭ്യന്തര തിന്മകളിൽ നിന്നും, എല്ലാ നെഗറ്റീവിൽ നിന്നും നമ്മുടെ ജീവിതത്തെ തളർത്തുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമ്മെ ഇല്ലായ്മ ചെയ്ത് നമ്മുടെ ജീവിതം എല്ലാ രോഗപീഠകളിൽ നിന്നും, എല്ലാ ദുഃഖത്തിൽ നിന്നും വേരോടെ പിഴുതെറിഞ്ഞ് എല്ലാ ദുഃഖത്തെയും ഭസ്മമാക്കി 100% നമ്മുടെ ജീവിതത്തെ പരമാനന്ദ സംപ്ലുത സച്ചിദാനന്ദ സ്വരൂപമായി കൊണ്ടു നടത്താൻ നമുക്ക് സാധിക്കും. ഏത്? ഈ ശ്രീരാമ തത്വ പഠനത്തിലൂടെ, ശ്രീരാമ വിഗ്രഹ പൂജയിലൂടെ, ശ്രീരാമ ക്ഷേത്ര ദർശനത്തിലൂടെ. ഇനി നാലമ്പലത്തിലൊക്കെ ദർശനം നടത്തുമ്പോൾ അവിടെയുള്ള ആ ശ്രീരാമൻ്റെ വിഗ്രഹം ഈ രീതിയിൽ നമ്മുടെ ഹൃദയത്തിൽ കാണണം. എന്ത്? ആ നീലമേഘ ശ്യാമളമായ കാളാംബോധ നിഭം ആ നിറത്തിലുള്ള ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ, ഹനുമാൻ. അതുപോലെ തന്നെ ഈ സന്ദർഭത്തിൽ എല്ലാ ദേവീദേവന്മാരും സ്തുതിക്കുന്നതായി അക്കൂട്ടത്തിൽ നമ്മുടെ സ്തുതിയും രാമായണ പാരായണ മഹോത്സവത്തിലൂടെ നടത്തുന്നതാണെങ്കിൽ ശ്രീരാമ സങ്കല്പത്തിലുള്ള സീതാപതി ശ്രീരാമൻ, സീതയ്ക്കാണ് ഇവിടെ പ്രാധാന്യം. സീതാപതി ശ്രീരാമൻ, ഉത്തമ ദാമ്പത്യ ജീവിതം നമുക്കൊക്കെ ലഭിക്കും. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിന് ഐകമത്യ സൂക്തമായി നമുക്ക് തന്ത്രസമുച്ചയത്തിലുള്ള ഈ ശ്രീരാമ ധ്യാനം ഉപയോഗിക്കാം. അപ്പോൾ ഊഷ്മളമായ ദാമ്പത്യം ആഗ്രഹിക്കുന്നവർ ഈ മന്ത്രം പഠിക്കുക, ഉപാസന ചെയ്യുക, എപ്പോഴും കൊണ്ടു നടക്കുക. ജീവിതം ധന്യമാകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ജയ് ശ്രീരാം. സ്വാമി ശരണമയ്യപ്പ. എല്ലാവർക്കും ആയുരാരോഗ്യ സന്തോഷ സൗഖ്യം ആശംസിക്കുന്നു. എല്ലാവരും ഇത് ഉൾക്കൊള്ളണം, പഠിക്കണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് കൊടുക്കണം, ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ എഴുതണം. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മയും
ജഗദീശ്വരനായ പരമേശ്വരനായ ശ്രീരാമചന്ദ്ര പ്രഭു കനിഞ്ഞനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ജയ് ശ്രീരാം.